സർക്കാർ എപ്പോഴും വിശ്വാസികൾക്കൊപ്പം. പൊങ്കാല വിജയമാക്കാൻ ശ്രമിച്ച എല്ലാവർക്കും നന്ദി. ആറ്റുകാൽ പൊങ്കാല ഭംഗിയായി പൂർത്തിയാക്കാൻ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഒന്നായി പ്രവർത്തിച്ചെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ സർക്കാർ ഏജൻസികളുടെ യോഗം വിളിച്ച് കൃത്യമായ ആസൂത്രണം നടത്തിയിരുന്നു. തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിനെയാണ് പൊങ്കാല കോർഡിനേറ്ററായി ചുമതലപ്പെടുത്തിയിരുന്നത്. നഗരത്തിലെ 28 വാർഡുകളെ നേരത്തെ തന്നെ ഉത്സവ മേഖലയായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പൊങ്കാല നടത്തുന്ന ആറ്റുകാൽ ട്രസ്റ്റിന് ആവശ്യമായ സഹായം നൽകുക എന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം. ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നിക്ഷിപ്ത താൽപര്യം അനുവദിക്കില്ല. സംസ്ഥാന സർക്കാരിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ഹേറ്റ് ക്യാമ്പയിനുകൾ നടത്തിയിരുന്നു. പൊങ്കാല നടത്തിപ്പിൽ എന്തെങ്കിലും പാളിച്ചകളുണ്ടായാൽ അത് കോർപ്പറേഷന്റെ തെറ്റാണെന്നിരിക്കെ സംഘപരിവാർ ഇങ്ങനെ ചെയ്യുന്നത് ആത്മഹത്യാപരമാണ്. സർക്കാർ എപ്പോഴും വിശ്വാസികൾക്കൊപ്പമാണ്, വിശ്വാസത്തെ കച്ചവടം ചെയ്യുന്നവർക്കൊപ്പമല്ല. ഇനിയും ഇത്തരം വ്യാജ പ്രചരണങ്ങൾ സർക്കാരിനെതിരെ ഉണ്ടായേക്കാം. പൊങ്കാലയ്ക്ക് ഉപയോഗിച്ച ഇഷ്ടിക വീട് നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്ന് LDF നേതൃത്വത്തിലുള്ള നഗരസഭ അറിയിച്ചപ്പോൾ അതിനെ കളിയാക്കിയവർ ഇപ്പോൾ അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. പൊങ്കാല കലക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ചില സംഘപരിവാർ അക്കൗണ്ടുകൾ പ്രചരിപ്പിക്കുന്നത് അവരുടെ സ്ഥിരം രീതിയാണ്. ഓരോ വിശ്വാസിയുടെയും വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. പൊങ്കാല വിജയിക്കാൻ പരിശ്രമിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. സർക്കാർ എപ്പോഴും ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. അതേസമയം തിരുവനന്തപുരം നഗരത്തെ ഭക്തിയുടെ കൊടുമുടിയിലെത്തിച്ച് ആറ്റുകാൽ പൊങ്കാലയുടെ നിവേദ്യം സമർപ്പിച്ചു. ചടങ്ങുകൾ ഉച്ചയ്ക്ക് 2:15 ആരംഭിച്ചത്. ചന്ദ്രഗ്രഹണം ഉള്ളതിനാൽ ഉച്ചകഴിഞ്ഞ് 3:10 മുതൽ രാത്രി 7 മണി വരെ ഭക്തർക്ക് ക്ഷേത്ര ദർശനം ഉണ്ടായിരിക്കില്ല. ചടങ്ങുകൾക്കായി 380ഓളം പൂജാരിമാരെയാണ് പ്രത്യേകമായി നിയോഗിച്ചത്.